നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ ഭരിക്കുന്ന മോദി സർക്കാരിന് ഒരു മൂന്നാം ഊഴം ലഭിക്കുമോ ഇല്ലയോ എന്ന ജനാധിപത്യ തീരുമാനത്തിൻ്റെ നിർണായക നാളുകളിലേക്ക് കേവലം 2 ആഴ്ച മാത്രം ശേഷിക്കുമ്പോൾ ഇന്ത്യയിൽ പലതരത്തിലുള്ള ദിശാമാറ്റങ്ങളോടെ കാറ്റ് മാറിയും മറിഞ്ഞും വീശുകയാണ്. കൺമുമ്പിൽ ഇന്ത്യ മുന്നണി ശക്തി പ്രാപിക്കുന്നതും ജനഹിതത്തിനൊത്ത മികച്ച ഭരണത്താൽ ദില്ലിക്കും പഞ്ചാബിനും ശേഷം അടുത്ത മണ്ഡലത്തിലേക്ക് കടക്കാനിരുന്ന കെജ്രിവാളിനെ അകത്താക്കിയതുമൊക്കെയാണ് അതിൽ പ്രധാനപ്പെട്ട ചിലത്. ഏതായാലും കേരളത്തിൽ കളം പിടിക്കാൻ ലാക്കാക്കി കാറ്റുള്ള നേരം നോക്കി പാറ്റാനിറങ്ങിയ ചില രാഷ്ട്രീയ ചാണക്യന്മാരെയൊക്കെ അടപടലം പെട്ടുപോകത്തക്ക നിലയിൽ അവർ ആറ്റിക്കുറുക്കി അടിച്ച ഡയലോഗുകളെല്ലാം ഒറ്റ സ്റ്റോറിയിൽ തിരിഞ്ഞു കൊത്തിയിരിക്കുകയാണ്. അത്രമേൽ ഈ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാൻ പോകുന്നതാണ് കേരളത്തിൽ ഇപ്പോൾ നടമാടിക്കൊണ്ടിരിക്കുന്ന ഈ സ്റ്റോറി. 2023 പുറത്തിറങ്ങിയ ഒരു ബോളിവുഡ് സിനിമയാണ് കേരള സ്റ്റോറി. ഇടതരുടെയും വലതരുടെയും ഇസ്ലാമി പ്രീണനത്തിൻ്റെ മൂർധന്യതയിൽ റിലീസിംഗ് സമയത്ത് അത്യാവശ്യം വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതൊക്കെ ആ സിനിമയുടെ പ്രചണ്ഡമായ പ്രചാരണത്തിനും ഉജ്ജ്വലമായ വിജയത്തിനും മാത്രമേ കാരണമായുള്ളൂ. ബോക്സ് ഓഫീസിൽ 300 കോടിക്ക് മുകളിൽ ഗ്രോസ് കളക്ഷൻ നേടിയാണ് ആ സിനിമ തിയേറ്ററുകളിൽ പുത്തൻ പടത്തിന് വഴിമാറിക്കൊടുത്തത്. അന്ന് തന്നെ കാര്യങ്ങളുടെ കൃത്യമായ സ്കാനിംഗ് വിശകലനങ്ങൾ ഈ പ്രോഗ്രാമിലൂടെ ഞങ്ങൾ വ്യക്തമാക്കിയിരുന്നതാണ്. കേരളത്തിലെ ചില കണ്ണിംഗ് പൊളിറ്റീഷ്യന്മാരുടെ പ്രീണന വായ്ത്താരികൾ തികച്ചും അപ്രതീക്ഷിതമായി ബൂമറാങ്ങായി തിരിച്ചടിച്ചതിനാൽ മാസങ്ങൾക്ക് ശേഷം വീണ്ടും കേരളത്തിൽ ആ സ്റ്റോറി ആളിക്കത്തുകയാണ്. കഴിഞ്ഞ 5-ാം തീയതി കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ആ സിനിമ ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തതോടെയാണ് ആ സിനിമയുടെ തലവര തന്നെ മാറിപ്പോയത്. യൂട്യൂബും OTTയും സജീവമായി നിൽക്കുന്ന ഈ കാലത്ത് അത്യാവശ്യം നല്ല പ്രോഗ്രാമുള്ള കൊമേഴ്സ്യൽ ചാനലുകൾ കാണാൻ പോലും ആളുകൾ മെനക്കെടുമെന്ന് തോന്നുന്നില്ല. പിന്നെ അല്ലേ യാതൊരു പ്രോഗ്രാം വൈവിധ്യങ്ങളും ഇല്ലാത്ത അറുപഴഞ്ചൻ ദൂരദർശൻ കാണുന്നത്. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അത് സമ്മതിച്ചില്ല. ആരും അറിയാതെ ഓടിപ്പോകേണ്ടിയിരുന്ന ആ സിനിമയെ അവർ പ്രീണന രാഷ്ട്രീയത്തിൻ്റെ പിള്ളത്തൊട്ടിലിട്ട് ആട്ടി ഉയർത്തി പൊക്കി വിട്ടത് സിനിമയുടെ അണിയറക്കാർ പ്രതീക്ഷിച്ചതിനും അപ്പുറത്തെ ഹൈപ്പിലേക്കായിരുന്നു. കേരളത്തിലെ സകല മനുഷ്യരും കേരള സ്റ്റോറി ദൂരദർശനിലുണ്ടെന്ന വാർത്ത പ്രചരിപ്പിക്കുകയും കുത്തിയിരുന്ന് ആ സിനിമ കണ്ട് ചാനലിന് അഭൂതപൂർവമായ റേറ്റിംഗ്സ് ഉണ്ടാക്കി കൊടുത്ത് അതൊരു വൻപൻ വിജയമാക്കി തീർക്കുകയും ചെയ്തു. തീവ്രവാദത്തെയും ലവ് ജിഹാദ് പ്രണയക്കെണിയെയും പ്രമേയമാക്കിയ ഈ സിനിമ തൊട്ടു പിന്നാലെ കത്തോലിക്ക സഭയുടെ ഇടുക്കി രൂപത തങ്ങളുടെ കുട്ടികൾക്കായുള്ള വിശ്വാസോത്സവം സമ്മർ ക്യാമ്പിലെ പഠനത്തിന് റെഫറൻസ് ആക്കി എടുക്കുകയും സിനിമ പ്രദർശിപ്പിക്കുകയും ചെയ്തു. സംഭവം കഴിഞ്ഞ് 3-4 ദിനം കഴിഞ്ഞ് കേരളത്തിലെ ചില ഇടതു വലത് ഇസ്ലാമിക മാധ്യമങ്ങൾ ഇടുക്കി രൂപത എന്തോ വലിയ അപരാധം ചെയ്തുവെന്ന് വിളിച്ചുകൂകി അത് വാർത്തയാക്കുകയും രൂപതയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ പോകുന്ന പരുവത്തിൽ എന്തെങ്കിലും വീണ് കിട്ടുമോ എന്ന് നോക്കി കുളം കലക്കി കുത്തിത്തിരിപ്പ് ചൂണ്ട എറിഞ്ഞ് നോക്കി. അതും ബൂമറാങ്ങായി തിരിച്ചടിക്കുന്ന കാഴ്ചയാണ് തുടർന്ന് കണ്ടത്. ചോദ്യത്തിന് ഇടുക്കി രൂപത മീഡിയ കോർഡിനേറ്റർ ജിൻസൺ അച്ഛൻ കൃത്യമായ നിലപാടുകളോടെ കാര്യങ്ങൾ വ്യക്തമാക്കിയതോടെ ചാനലുകാരൻ ഗോപിക്കുരു വരിച്ച് പിൻവാങ്ങുകയാണ് ഉണ്ടായത്. അന്ന് തന്നെ ഷെഖേന നടത്തിയ ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത ജിൻസൺ അച്ഛൻ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. നമ്മൾ കൊടുക്കാനായിട്ടുള്ള കാരണം വിവിധങ്ങളായിട്ടുള്ള സിനിമകളൊക്കെ നാട്ടിലുണ്ട്. പക്ഷേ നമ്മൾ എടുത്തിരിക്കുന്ന ടോപ്പിക്ക് പ്രണയമാണ്. ഈ വിഷയവുമായിട്ട് ഏറെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ആനുകാലിക സിനിമ എന്ന നിലയ്ക്കാണ് ഈ ചിത്രം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുകയും അവരെ അത് കാണാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ്. അതിനപ്പുറത്തേക്ക്
ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഒന്നും രൂപത നടത്തിയിട്ടില്ല. നമ്മളുടെ ലക്ഷ്യം ഇത്രയും മാത്രമേ ഉള്ളൂ. നമ്മുടെ കുട്ടികൾക്ക് ഈ ആനുകാലിക വിഷയത്തെക്കുറിച്ച് ജാഗ്രത പുലർത്തുക. അത് നമുക്ക് വ്യക്തമാണ്. കാരണം കുട്ടികൾ ഇത് കണ്ടു, അത് നിരൂപണങ്ങൾ തയ്യാറാക്കി. ആ നിരൂപണത്തിൽ കുട്ടികൾ എഴുതിയിരിക്കുന്നു ഇപ്രകാരമാണ്, വളരെ വ്യക്തമായിട്ടുള്ള ആശയങ്ങളാണ്. ഈ നാട്ടിൽ പ്രണയ ചതിയുണ്ട് എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ കുറച്ചുകൂടി ജാഗ്രതയിൽ ജീവിക്കണമെന്ന് ഞങ്ങൾക്ക് ഈ സുവിശേഷോത്സവം ബോധ്യം നൽകിയിരിക്കുന്നു എന്ന് കുട്ടികൾ അവരുടെ നിരൂപണത്തിൽ, അവരുടെ അഭിപ്രായ സർവേയിൽ നമുക്ക് നൽകിയിരിക്കുന്ന ഒരു അഭിപ്രായമാണ്. ഉടനെ തന്നെ മാധ്യമങ്ങളെ കാണാനെത്തിയ വി.ഡി. സതീശൻ ഇടുക്കി രൂപതയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ഇലക്ഷൻ വേർഷൻ പ്രീണന തള്ളുമായി രംഗത്തെത്തി. കാലങ്ങളായി കോൺഗ്രസ് പാർട്ടിക്കൊപ്പം അടിയുറച്ച് നിൽക്കുന്നവരാണ് ക്രൈസ്തവരെന്ന ബോധം അഭിനവ മുഖ്യമന്ത്രിയായി ചമഞ്ഞു നടക്കുന്ന സതീശനില്ലെന്ന് ക്രൈസ്തവർക്കേവർക്കും നന്നായി തന്നെ അറിയാം. അതുകൊണ്ടാണല്ലോ ക്രൈസ്തവ സമൂഹം പ്രതിസന്ധികളിലാകുമ്പോഴൊക്കെ നാക്കുളുക്കിയ പരുവത്തിലിരുന്നിട്ട് മറ്റ് പലരുടെയും രക്ഷകവേഷം അണിഞ്ഞ് ക്രൈസ്തവരുടെ നേരെ വായ്ത്താളവും കൊട്ടി വരുന്നത്. ഏതായാലും അന്ന് മുഖ്യധാരാ ചാനലുകളിലെ പ്രൈം ടൈം ചർച്ച അതുതന്നെയായിരുന്നു. പക്ഷേ പ്രൊപ്പഗണ്ട മാധ്യമങ്ങൾ മുഴുവൻ സഭയുടെ നിലപാട് പറയാൻ ആളെ വിളിക്കാതെ ക്രൈസ്തവർ സമ്മർദ്ദത്തിലാകുമ്പോഴൊക്കെ അവരെ പിന്നിൽ നിന്ന് കുത്തുന്ന ചില കുലംകുത്തികളായ സഭാവിരുദ്ധരും സഭയിൽ നിന്ന് മനസ്സാ പുറത്തു നിൽക്കുന്ന ലോഹധാരികളെയും ശിരോവസ്ത്രധാരികളെയും വിളിച്ചാണ് ഏകപക്ഷീയമായി ചർച്ച നടത്തി രൂപതയെ പ്രതിരോധിച്ചത്. പക്ഷേ കേരള സ്റ്റോറി പറയുന്ന വിഷയത്തിൽ അല്പം കഴമ്പുണ്ടെന്ന് ഒരു പ്രമുഖ ചാനലിന് തുറന്നു തന്നെ സമ്മതിക്കേണ്ടി വന്നു എന്നതാണ് സത്യം. എന്നാൽ ജനം TV നടത്തിയ ചർച്ചയിൽ ക്രൈസ്തവരുടെ പ്രതിനിധിയായി എത്തിയ സാമൂഹ്യ നിരീക്ഷകൻ പ്രൊഫസർ സ്റ്റാൻലിൻ സെബാസ്റ്റ്യൻ നടത്തിയ തീപാറുന്ന പ്രതികരണം ക്രൈസ്തവർക്ക് മുഴുവൻ സതീശനോട് പറയാനുള്ളതായിരുന്നു. ഞങ്ങളുടെ പള്ളികളിൽ എന്താണ് പഠിപ്പിക്കേണ്ടത്, വേദപാഠം പഠിപ്പിക്കേണ്ടത്, കുർബാന ചെല്ലേണ്ടത്, സിനിമ കാണിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നത് ബിഷപ്പാണ്. അതിനെ എതിർക്കാൻ കേരളത്തിലെ കോൺഗ്രസിനോ UDF-നോ ശക്തി ഉണ്ടെങ്കിൽ വെല്ലുവിളിക്കുന്നു. ധൈര്യമുണ്ടെങ്കിൽ ഒന്ന് ഇറങ്ങി നോക്ക്. അതായത് കേരളത്തിലെ പള്ളിയിൽ എന്ത് ചെയ്യണമെന്ന് ഇവിടുത്തെ ക്രിസ്ത്യാനികളും ബിഷപ്പും തീരുമാനിക്കും. അവിടുത്തെ ഒരു കാര്യത്തെ പറ്റി അയാൾക്ക് അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അയാൾക്ക് എന്തെങ്കിലും ഗ്രീവൻസ് ഉണ്ടെങ്കിൽ നിയമപരമായിട്ട് അയാൾക്ക് നേരിടാം. ഇയാൾ ഞങ്ങളുടെ പാലാ ബിഷപ്പിനെ ഒന്ന് അറസ്റ്റ് ചെയ്യിക്കാൻ ശ്രമിച്ചതാ, അത് നടന്നില്ല. ആദ്യമായിട്ട് സതീശനും പാർട്ടിയും മനസ്സിലാക്കുക, അമിത്ഷാ ആഭ്യന്തരമന്ത്രിയായിട്ടിരിക്കുന്ന നരേന്ദ്രമോദി ഭരിക്കുന്ന ഹിന്ദുസ്ഥാനിലാണ് ഈ പള്ളി ഇരിക്കുന്നത്. അവിടെ എന്ത് ചെയ്യണമെന്ന് ഞങ്ങളുടെ ബിഷപ്പ് തീരുമാനിക്കും. ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനും ഇവിടുത്തെ ഹിന്ദു രാഷ്ട്രത്തിനും സമാധാനമായിട്ട് ഇരിക്കുന്നിടത്തോളം കാലം അവരുടെ പിന്തുണയോടെ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ഞങ്ങൾ ചെയ്യും. അതേ സംബന്ധിച്ച് സതീശന്റെ 20 സ്ഥാനാർത്ഥികളും വേവലാതിപ്പെടുവൊന്നും വേണ്ട. സതീശന്റെ 20 സ്ഥാനാർത്ഥികളെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് കൃത്യമായിട്ട് ഇവിടുത്തെ ക്രിസ്ത്യാനിയും പള്ളിയും തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സതീശൻ സാറ് ചോദിച്ചു മേടിച്ചത് തന്നെയാണ്. സാർ ഇതുകൊണ്ട് തൃപ്തി അടയണം. ഇത് കാലങ്ങളായി സഹിച്ച് വശം കെട്ട ക്രൈസ്തവരുടെ പ്രതികരണത്തിന്റെ ഒരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണ്. സ്വന്തം ഇടവകയിലെ മക്കൾക്ക് വകതിരിവ് പറഞ്ഞുകൊടുത്ത പാലാ പിതാവിനെ ജയിലിൽ അടയ്ക്കണമെന്നത് തീവ്രവാദികളുടെ അച്ചാരം പറ്റി ഖതറിട്ട് നടക്കുന്ന മഹാനായ സതീശന്റെ നടക്കാതെ പോയ സ്വപ്നങ്ങളിൽ ഒന്നായിരുന്നു. ഉമ്മൻചാണ്ടി വിടവാങ്ങിയെങ്കിലും വാർദ്ധക്യ ക്ലേശങ്ങളുള്ള ആന്റണിയും സുധീരനുമൊക്കെ ജീവനോടെ ഉണ്ടല്ലോ. ക്രൈസ്തവരും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നുവെന്ന് ഓർമ്മിപ്പിച്ച് ഈ മാന്യന് വകതിരിവ് പറഞ്ഞു കൊടുക്കണം. ഇല്ലെങ്കിൽ ഇയാൾ കോൺഗ്രസിന്റെ ശിഷ്ട സാധ്യതകളുടെ അന്തകനായി മാറുക തന്നെ ചെയ്യും. സതീശന് പിന്നാലെ ഫ്രെയിമിലെത്തിയ ഗീർവാണ ഭാഷാ പ്രയോഗ വിദ്വാനായ CPM സെക്രട്ടറി ഗോവിന്ദൻ ആറാട്ടണനേക്കാൾ കലിപ്പിൽ പൊട്ടിത്തെറിച്ച് കേരള സ്റ്റോറി തറ സിനിമയാണെന്നും കമ്മ്യൂണിസ്റ്റ് വിരുദ്ധമാണെന്നും ഇസ്ലാം വിരുദ്ധമാണെന്നും കേരള വിരുദ്ധമാണെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് കേരള സ്റ്റോറിക്ക് തങ്ങളുടെ ആദർശത്തിനൊത്ത റിവ്യൂ നൽകി. ഏതായാലും പരിത്യാഗത്തിന്റെ സമർപ്പിത ജീവിതം നയിക്കുന്ന കന്യാസ്ത്രീകളെ അമ്പയെ താറടിച്ചും അടിവസ്ത്രം പൊക്കിക്കാട്ടിയും ആടിത്തിമിർത്ത കക്കുകളി നാടകം ക്രൈസ്തവ വിരുദ്ധമാണെന്നോ തറ നാടകമാണെന്നോ പറയാൻ ഈ അഖില കേരള മാഷായി നടക്കുന്ന ഈ കമ്മ്യൂണിസ്റ്റുകാരന് വിവേകമുണ്ടായില്ല എന്നതാണ് CPM-ന്റെ കാലിക പ്രസക്തി. ഗോവിന്ദന് പിന്നാലെ ഇടുക്കി രൂപതയെയും ബൈബിളിനെയും അവഹേളിച്ചുകൊണ്ട് ചെങ്കൊടിയുടെ കാവൽക്കാരെന്നറിയപ്പെടുന്ന ഒരു പറ്റം സഖാക്കന്മാർ അഡ്രസ് ഇല്ലാത്ത പിതൃശൂന്യമായ പോസ്റ്റുമായി വന്ന് ബൈബിളിൻ്റെ അറ്റവും മുറിയും പറഞ്ഞ് മൂക്കില്ല രാജ്യത്തെ മുറുമുക്കൻ രാജാവായി നിർവൃതി കൊണ്ട് പാർട്ടി നയം വ്യക്തമാക്കിയെങ്കിലും
ക്രൈസ്തവ സമൂഹം അർഹിക്കുന്ന അവജ്ഞയോടെ അതെല്ലാം തള്ളിക്കളഞ്ഞു. അടുത്ത ദിവസം എത്തിയ സാക്ഷാൽ PV ആകട്ടെ കലമുടച്ചത് മതിയാകാത്തതുപോലെ കേരള സ്റ്റോറി സംഘപരിവാർ പ്രൊഡക്റ്റാണെന്ന പഴയ മൊഴി ആവർത്തിച്ചു. ഇടുക്കി രൂപതയ്ക്ക് പിന്നാലെ കൂടുതൽ രൂപതകൾ സിനിമ ഏറ്റെടുത്തതോടെ ലീഗും സമസ്തയും അടക്കമുള്ള മോഡറേറ്റ് ഇസ്ലാമിക സമൂഹം കൂടെ സിനിമയ്ക്കെതിരെ കുപിതരായി രംഗത്തെത്തി. ലീഗ് സെക്രട്ടറിയായ സലാം ക്രൈസ്തവ രൂപതകൾക്കെതിരെ കേസിന് പോകാൻ വകുപ്പില്ലാത്തതിനാൽ സിനിമയ്ക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് പറഞ്ഞും കൂട്ടത്തിൽ സിനിമയിലെ മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദൻ്റെ ബൈറ്റിനെ ചൂണ്ടിക്കാട്ടി CPM-നോട് നിലപാട് വ്യക്തമാക്കാൻ പറഞ്ഞുമാണ് രംഗത്തെത്തിയത്. കേരള സ്റ്റോറി കേരളത്തിൻ്റെ കഥയല്ലെന്നും കേരളത്തിൽ അങ്ങനൊന്നും നടന്നിട്ടില്ലെന്നും പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിക്കുന്നവരുടെ മുമ്പിലേക്ക് ഇപ്പോൾ BJP പ്രവർത്തകയായ പത്മജ വേണുഗോപാൽ പറഞ്ഞത് കേരളത്തിൽ ലവ് ജിഹാദ് ഉണ്ടെന്നും പലരുടെയും അനുഭവങ്ങൾ തനിക്കറിയാമെന്നുമായിരുന്നു. ലവ് ജിഹാദ് യാഥാർത്ഥ്യമാണെന്ന് BDJS നേതാവ് തുഷാർ വെള്ളാപ്പള്ളിയും പറഞ്ഞു. ഇതുകൊണ്ടൊന്നും പോരാത്തവർ കേരള സ്റ്റോറി സിനിമയുടെ സ്ക്രിപ്റ്റ് കൺസൾട്ടന്റായി പ്രവർത്തിച്ച അംബിക എന്ന സഹോദരി പറഞ്ഞത് കേൾക്കേണ്ടത് തന്നെയാണ്. സിനിമയായിട്ട് കാണാതെ അതിനെ ഭയക്കുന്നുണ്ടെങ്കിൽ എന്തോ ഉണ്ടല്ലോ, അത് തീർച്ചയായിട്ടും അത് എന്തോ ഒരു കാരണം കൊണ്ടാണ് ഭയക്കുന്നത്. അത്രയധികം ഇത് കേരളത്തിന്റെ പ്രതിച്ഛായയ്ക്ക് മങ്ങലേൽപ്പിക്കുന്നു. ഇത് ഫാക്റ്റ് അല്ല, ഇത് വളച്ചൊടിച്ചതാണ്. അല്ലെങ്കിൽ നമ്മള് കേരളത്തിന്റെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റീനെ നമ്മൾ ഇതാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കോർട്ടിൽ പോകൂടാ? ഇത് തെറ്റാണെന്ന് പറഞ്ഞിട്ട് ഒരു പെറ്റീഷൻ എന്തുകൊണ്ട് ഫയൽ ചെയ്തുകൂടാ? അതും ചെയ്യാലോ, അതും നടക്കുന്നില്ല. ഈ സിനിമയില് 4 പെൺകുട്ടികളാണ്. ഈ 4 പെൺകുട്ടികളും ഇത് ഫാക്ട് ബേസ്ഡ് അല്ലാന്ന് ആർക്കാ പറയാൻ പറ്റുക? ഞാൻ ചാലഞ്ച് ചെയ്യാണ്. കാരണം മതം മാറ്റുന്ന പെൺകുട്ടി ആസിഫ എന്ന് പറഞ്ഞ പെൺകുട്ടി, അഖിലേനെ ആരാ മതം മാറ്റിയത്? അഖിലയുടെ കോളേജിലെ ഹോസ്റ്റലിലെ റൂമിലുണ്ടായിരുന്ന ഹസീന ഫസീന എന്ന് പറഞ്ഞ 2 പെൺകുട്ടികളാണ് മതം മാറ്റിയത്. അത് കോടതിയിൽ റെക്കോർഡ് ചെയ്യപ്പെട്ട കാര്യമാണ്. അഖിലയുടെ അച്ഛനോട് പോയി ചോദിക്കൂ, അശോകനോട് പോയി ചോദിക്കൂ ആരാണ് അഖിലേനെ മതം മാറ്റിയതെന്ന്. ആ കൂടെ ഉണ്ടായിരുന്ന ഹോസ്റ്റലിൽ ഉണ്ടായിരുന്ന റൂംമേറ്റ്സ് ആണ് അഖിലേനെ മതം മാറ്റുന്നത്. അത് തന്നെയാണ് നമ്മൾ ഈ സിനിമയിൽ കാണുന്നത്. വേറൊരു ക്യാരക്ടർ അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന നിമിഷ ഫാത്തിമ, ആ ക്യാരക്ടറായിട്ട് ഈ ശാലിനി ഉണ്ണികൃഷ്ണനായിട്ട് നിങ്ങൾക്ക് സാമ്യം തോന്നുന്നില്ലേ? പിന്നെ വേറെ 2 പേര്, അതായത് ഒന്ന് ആ ക്രിസ്ത്യൻ പെൺകുട്ടിയുടെ ക്യാരക്ടർ റിയൽ ആണത്. അത് കോടതിയിൽ ഇപ്പോഴും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാണ് എനിക്കറിയാം, നിങ്ങൾക്ക് പലർക്കും അറിയാം. ഉണ്ടായ സംഭവമാണ്. അതായത് പിന്നെ 4ാമത്തെ ഗീതാഞ്ജലി. ഈ ഗീതാഞ്ജലി റിയൽ കേസാണ്. ഈ ഗീതാഞ്ജലിയുടെ അമ്മയും അച്ഛനായിട്ടുള്ള ഇന്റർവ്യൂ നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ആ ലാസ്റ്റ് കാണിക്കുന്നത് ഈ ഗീതാഞ്ജലിയുടെ ആ ഫിലിം തീരുമ്പോ ഗീതാഞ്ജലിയുടെ അമ്മയുടെ ഇന്റർവ്യൂ ആണ് കാണിക്കുന്നത്. അവരെ പറഞ്ഞല്ലോ, എനിക്ക് എന്റെ മകൾ നഷ്ടപ്പെട്ടു, എനിക്ക് അതിനേക്കാൾ വലിയ നഷ്ടം എനിക്ക് എന്റെ ജീവിതത്തിൽ വരാനില്ല. ഇത് എവിടെ വേണമെങ്കിലും തുറന്നു പറയുന്നതിന് എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ അഭിമുഖം റെക്കോർഡ് ചെയ്തിട്ട് സംവിധായകന്റെ കയ്യിലിരിപ്പുണ്ട്. അപ്പോ ഇതൊക്കെ പ്രൂഫായിട്ട് കയ്യിലുള്ളിടത്തോളം കാലം ഈ സിനിമ ബേസ്ലെസ് ആണെന്ന് പറയാൻ ഒരാൾക്കും കഴിയില്ല. കേരള സ്റ്റോറി കേരള വിരുദ്ധമാണെന്ന് പാടുന്നവർക്ക് ഈ സഹോദരിയുടെ വാക്കുകൾക്ക് മറുപടിയുണ്ടോ? അവിടെയും മുട്ടാത്തർക്കം ഉയർത്തുന്നവർ മുൻ DGP ലോക്നാഥ് ബെഹ്റ 2021 ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലെ ഈ വാക്കുകൾക്ക് മറുപടിയുണ്ടോ? ഇതൊരു വലിയ റിക്രൂട്ടിംഗ് ഗ്രൗണ്ടാണ് കേരള. കാരണം അറിയാമോ, ഇവിടുത്തെ ആൾക്കാർ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, അവർക്ക് ഈ ടൈപ്പ് ആൾ വേണം. അവർക്ക് അവരുടെ ഒരു ലാർജർ ഗോൾ ഉണ്ടല്ലോ. അതുകൊണ്ട് ഈ ആൾക്കാർക്ക് ഏത് രീതിയിൽ റാഡിക്കലൈസ് ചെയ്തിട്ടേ അവങ്ങോട്ടൊക്കെ കൊണ്ടുപോകാം. തീവ്രവാദത്തെക്കുറിച്ച് സിനിമ എടുക്കുന്നത് കേരളത്തിന് അപമാനവും കേരളത്തിൽ തീവ്രവാദ റിക്രൂട്ട്മെന്റ് നടന്നെന്ന് പറയുന്നത് അഭിമാനവുമാണെന്ന് കരുതുന്നത് എത്രയോ ലജ്ജാകരമാണ്. ഇപ്പോഴത്തെ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ മറ്റൊരു മുൻ DGP ആയിരുന്ന TP സെൻകുമാറും മുമ്പോട്ട് വെച്ച ഒരു ഫേസ്ബുക്ക് പോസ്റ്റും അവഗണിച്ച് ആർക്ക് ഈ യാഥാർത്ഥ്യങ്ങളെ കണ്ണടച്ച് ഇരുട്ടാക്കാൻ കഴിയും? ഇതൊക്കെ പച്ച പരമാർത്ഥങ്ങളായി മുമ്പിലുണ്ടെങ്കിലും അതൊക്കെ കണ്ണടച്ച് തള്ളിക്കളഞ്ഞ് സിനിമയെ എതിർക്കുന്നവർക്ക് കൃത്യമായ മറുപടി ന്യൂസ് 18 ചർച്ചയിൽ പങ്കെടുത്ത
സാമൂഹ്യ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞ ഈ വാക്കുകൾക്കും മറുപടിയുണ്ടോ? കേരളത്തിൽ നിന്നും ചില യുവാക്കൾ IS ചേരുന്നതിനായി സിറിയയിലും അഫ്ഗാനിസ്ഥാനിലുമുള്ള IS ക്യാമ്പുകളിൽ എത്തിയിട്ടുള്ളതായി സംശയിക്കുന്ന വിധത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് 17 പേരും പാലക്കാട് ജില്ലയിൽ നിന്ന് 4 പേരും ഉൾപ്പെടെ ആകെ 21 പേരെ കാണാതായിട്ടുണ്ടെന്നുള്ളതാണ് പ്രാഥമിക അന്വേഷണത്തിൽ നിന്ന് വ്യക്തമാകുന്നത്. ബഹുമാന്യനായ MLA രാജഗോപാലൻ സൂചിപ്പിച്ചതുപോലെ പാലക്കാട് ജില്ലയിൽ നിന്ന് കാണാതായതിൽ ഒരു യുവതി തിരുവനന്തപുരം സ്വദേശിനിയാണ്. സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സിനിമയിലെ നായിക കഥാപാത്രം ശാലിനി എന്ന് പറയുന്ന കുട്ടി തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഇവർ ഈസ അഥവാ ബെക്സൻ എന്നയാളുടെ ഭാര്യയാണ്. ആ സിനിമയിൽ ഉള്ള ഈ പെൺകുട്ടി ഈഷ എന്ന് പറയുന്ന ആളിന്റെ ഭാര്യയാണ്. ഇവർ മതപരിവർത്തനം ചെയ്തതിന് ശേഷമാണ് വിവാഹിതരായത്. ആ സിനിമയിൽ കാണിക്കുന്നതും അവർ മതപരിവർത്തനം ചെയ്തതിന് ശേഷം വിവാഹിതരാകുന്നു. കാണാതായ എല്ലാവരും വ്യത്യസ്ത ആവശ്യങ്ങൾ പറഞ്ഞ് വീടുകളിൽ നിന്ന് പോയവരാണ്. ആ സിനിമയിലും അതേപോലെ വ്യത്യസ്തമായിട്ടുള്ള കാരണങ്ങൾ പറഞ്ഞിട്ടാണ് അവർ വീടുകളിൽ നിന്ന് പോകുന്നത്. ഇവർ സിറിയയിലെത്തി. ആ സിനിമയിലും ഇവർ സിറിയയിലെത്തുന്നുണ്ട്. ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായിട്ടാണ് ഇപ്പോൾ ലഭ്യമായ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സിനിമയിൽ കാണിക്കുന്നതും അവർ ഇസ്ലാമിക് സ്റ്റേറ്റിൽ ചേർന്നതായിട്ടാണ്. തുടർന്ന് അദ്ദേഹം പറയുന്നു, കാസർഗോഡാണ് സിനിമയുടെ പ്രധാനപ്പെട്ട ഇതിവൃത്തം എന്നുള്ളത് നമുക്കറിയാം. അവിടുത്തെ ഒരു നഴ്സിംഗ് കോളേജുമായി ബന്ധപ്പെട്ടാണ് പറയുന്നത്. കാസർഗോഡ് നിന്ന് കാണാതായവരിൽ 8 പേർ യുവാക്കളും 4 പേർ യുവതികളും 3 പേർ കുട്ടികളുമാണ്. പാലക്കാട് നിന്ന് കാണാതായതിൽ 2 പേർ യുവാക്കളും 2 പേർ യുവതികളുമാണ്. കാസർഗോഡ് ജില്ലയിൽ നിന്ന് 17 പേരെ കാണാതായി എന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള വാർത്തകൾ. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ നിന്നൊക്കെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന കാര്യമൊക്കെ പറയുന്നു. ഇതിനോടൊപ്പം തന്നെ ഇത് സംസാരിച്ച് തുടങ്ങുമ്പോൾ ശ്രീ പിണറായി വിജയൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവും ബഹുമാന്യരായ മറ്റംഗങ്ങളും അതീവ ഗൗരവകരമായ വിഷയം തന്നെയാണ് സഭയിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇന്ന് അദ്ദേഹം പറയുന്നത് എന്താണ്? ഇത് RSSന്റെ അജണ്ടയാണ്, കേരളത്തിനെ നാണം കെടുത്താൻ വേണ്ടിയിട്ടാണ്, നുണപ്രചരണമാണ്. എവിടെ നടന്നു എന്നാണ് ചോദിക്കുന്നത്. കേട്ടില്ലേ? കേരള സ്റ്റോറി സിനിമയുടെ 1 ലൈൻ ആദ്യം അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന്. CPMകാർക്ക് ഇതിന് മറുപടിയുണ്ടോ? ഇനി പറയൂ, കേരള സ്റ്റോറി എവിടുത്തെ കഥയാണെന്ന്. തീവ്രവാദ കുരുക്കിൽ നിന്ന് നമ്മുടെ ഇന്റലിജൻസ് രക്ഷിച്ചെടുത്തത് 1-2 പേരെയല്ല, 550 യുവാക്കളെയാണെന്നാണ് റിപ്പോർട്ട്. എന്നിട്ടും കേരള സ്റ്റോറി കേരള വിരുദ്ധമാണത്രേ. ആരെ സുഖിപ്പിക്കാനാണ് അധികാരികൾ ഇമാതിരി ആടിനെ പട്ടിയാക്കുന്ന നുണകൾ ഛർദ്ദിക്കുന്നത്? പരമദയനീയം തന്നെ. ഈ വിഷയത്തിൽ ഷെക്കേന നടത്തിയ 2ാമത്തെ ബിഗ് ഡിബേറ്റിൽ പങ്കെടുത്ത് ഫാദർ ടോം ഓലിക്കരോട്ട് പറഞ്ഞത് ഇപ്രകാരമാണ്: നിങ്ങൾക്കിതിനെ ഒരു സിനിമയായിട്ട് എന്തുകൊണ്ടാണ് കാണാൻ പറ്റാതെ പോകുന്നത് എന്നുള്ളതാണ്. ഈ ചോദ്യം കുറച്ചു കാലം മുമ്പ് നമ്മളോട് ചോദിച്ചതാണ്. ആരൊക്കെയാണ് ചോദിച്ചതെന്നറിയാമോ? ഇവിടുത്തെ രാഷ്ട്രീയക്കാർ, ഇടതും വലതുമുള്ള ആളുകൾ, ഇവിടുത്തെ മാധ്യമപ്രവർത്തകർ, ഇവിടുത്തെ ബുദ്ധിജീവികൾ, പുരോഗമന പരിഷ്കാരികൾ. നമ്മൾ ക്രൈസ്തവരോട് ചോദിച്ചാണ്, നിങ്ങൾക്ക് സിനിമയെ സിനിമയായിട്ട് കാണാൻ പറ്റില്ലേ? കലയെ കലയായിട്ട് കാണാൻ പറ്റില്ലേ? ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അംഗീകരിക്കാനുള്ള വിശാല ഹൃദയമല്ലേ? അപ്പോൾ ഇവിടെ നമുക്ക് തിരിച്ചു ചോദിക്കാനുള്ള ചോദ്യം, കേരള സ്റ്റോറി ഒരു സിനിമയാണ്. ഒരു സിനിമയിൽ അതിന്റെ സംവിധായകന്റെ, അതിന്റെ നിർമ്മാതാവിന്റെ, അതിൽ പങ്കെടുക്കുന്നവരുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അംഗീകരിച്ചുകൊണ്ട് ഇതിനെ ഒരു സിനിമയായിട്ട് എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്? ഇതിലാണ്. അപ്പോൾ ഇപ്പോൾ കേരള സ്റ്റോറിയെ കുറിച്ച് അതിന്റെ കണക്കുകൾ പറയണമെന്ന് പറയുന്നു, അതിലെ പെരുപ്പിച്ച കണക്കാണെന്ന് പറയുന്നു. ഇതൊരു സിനിമയാണ്. കൃത്യമായ കണക്കനുസരിച്ച് നടത്താൻ ഇറ്റ് ഈസ് നോട്ട് എ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്റ്. ഇത് ചരിത്ര രേഖ അവതരിപ്പിക്കുന്നതല്ല. അപ്പോൾ എന്തിനാണ് ഈ അനാവശ്യമായ വിവാദം ഉണ്ടാക്കിയെടുക്കുന്നത്? അപ്പോൾ കേരള സ്റ്റോറി സുദീപ്തോ സെൻ സംവിധാനം ചെയ്ത ഒരു സിനിമയാണ്. ആ സിനിമയെ അങ്ങനെ തന്നെ കാണണം. അപ്പോൾ അതിനെ കാണാതെ അതിലെ കണക്ക് ചോദിച്ചും അത് മുസ്ലിം സമൂഹത്തിനെതിരാണെന്ന് പറഞ്ഞ ചില ആളുകൾ ഇപ്പോൾ വെളിയിൽ വരികയാണ്. അവർ ഇതിൽ ഈ മുസ്ലിം സമൂഹത്തിന്റെ പേര് പറഞ്ഞ് അവർ ആളാവാനും ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളെ മുസ്ലിങ്ങളെ തമ്മിലടിപ്പിക്കാനുമാണ് ശ്രമിക്കുന്നത്. കേരള സ്റ്റോറിയും മണിപ്പൂർ സ്റ്റോറിയും രണ്ടും രണ്ടാണെന്ന് അറിയാമെങ്കിലും തെല്ലാശ്വാസത്തിനു വേണ്ടി ലീഗ് നേതാവ് സലാമും ക്രൈസ്തവ സഭയിലെ തന്നെ കുലംകുത്തികളും മണിപ്പൂർ സ്റ്റോറി മാത്രം ഇവിടെ മതിയെന്ന് തട്ടി മൂളിക്കുന്നുണ്ട്. അവരോട് ഒന്നേ പറയാനുള്ളൂ, ബിഗ് സ്ക്രീൻ സിനിമയുടെ എല്ലാ പ്രക്രിയകളിലൂടെയും കടന്ന് തിയേറ്ററുകളിൽ പ്രദർശിപ്പിച്ച കേരള സ്റ്റോറിക്ക് ബദലാണ് മണിപ്പൂർ സ്റ്റോറി എന്ന് പറഞ്ഞു വരുത്തി യഥാർത്ഥ വസ്തുതകളിൽ നിന്ന് പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ ഇടത് വലത് ഇസ്ലാമിക പ്രൊഫൈലുകളുമായി ചേർന്ന് നടത്തുന്ന ജീവൻ മരണ ക്ലേശങ്ങൾ വെറും പാഴ്ശ്രമങ്ങൾ മാത്രമായി അവശേഷിക്കും. മണിപ്പൂർ കലാപവും കേരള സ്റ്റോറിയിലെ ആൺകുട്ടികളുടെ ഭാവിയെ തകർക്കുന്ന തീവ്രവാദവും പെൺകുട്ടികളെ പ്രണയക്കണിയിലൂടെ മതം മാറ്റുന്ന ലവ് ജിഹാദും തമ്മിൽ ഒരു പുലബന്ധവുമില്ല. കേരള സ്റ്റോറി നിർമ്മിച്ച അതേ പാറ്റേണിൽ
മണിപ്പൂർ പ്രമേയത്തെ അവലംബിച്ച് ഒരു സിനിമ ഇറക്കിയാലോ, അത് നിങ്ങൾ പ്രചണ്ഡമായി പ്രചരിപ്പിച്ചാലോ, ചർച്ച ചെയ്താലോ ഇവിടെ ഒരു ക്രൈസ്തവരുടെയും ഒരു വികാരവും വ്രണപ്പെടുകയില്ലെന്ന് മാത്രമല്ല, അവർ അതിനോട് യോജിക്കാനും മടിക്കില്ല. എന്നാൽ അപ്പോഴും മൂന്നാംകിട ക്രൈസ്തവ പ്രീണനത്തിൻ്റെ ഡയലോഗുമായി ഇവിടെ ഒരു രാഷ്ട്രീയ കുറുക്കന്മാർ രംഗത്ത് വരില്ലെന്ന് ക്രൈസ്തവർക്ക് നന്നായി അറിയാം. അഥവാ വന്നാൽ അവരെ അർഹിക്കുന്ന അവജ്ഞയോടെ ക്രൈസ്തവർ തള്ളിക്കളയുകയും ചെയ്യും. വർഗീയതയും വേർതിരിവും സൃഷ്ടിക്കത്തക്ക നിലയിൽ നല്ലവരായ മുസ്ലിം സഹോദരങ്ങളെ താറടിച്ചുകൊണ്ട് ഇവിടെ ക്രൈസ്തവരാരും സിനിമ ഇറക്കിയില്ല, ഇനിയൊട്ട് ഇറക്കുകയുമില്ല. ഈ സിനിമ മുമ്പോട്ട് വയ്ക്കുന്ന പ്രമേയത്തിലെ പ്രതിനായക ചേരിയിൽ നിൽക്കുന്നത് തീവ്രവാദികളാണ്, ഭീകരന്മാരാണ്, സാധാരണക്കാരായ മുസ്ലിമുകളല്ല. തീവ്രവാദികളുടെ പശ്ചാത്തലം ഇസ്ലാം ആയതുകൊണ്ട് ലീഗും സംസ്ഥയും അടക്കം മോഡറേറ്റായുള്ള ബഹുഭൂരിപക്ഷ ഇസ്ലാമിക സമൂഹം മുഴുവൻ തീവ്രവാദികളാണെന്ന് ആരും ഇവിടെ വിശ്വസിക്കുകയില്ല. ലോകത്തിലെ ഒട്ടുമിക്ക സമൂഹത്തിലും തങ്ങൾക്ക് മാത്രം ബോധ്യമുള്ള ആശയങ്ങൾക്ക് വേണ്ടി തീവ്രമായി വാദിക്കുന്നവർ അഥവാ തീവ്രവാദികളുണ്ട്. അവരെല്ലാം മുസ്ലിമുകളാണെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. അതുകൊണ്ട് സിനിമ മുമ്പോട്ട് വയ്ക്കുന്ന സാമൂഹ്യ തിന്മകളെ തുറന്ന വേദിയിൽ ചർച്ച ചെയ്യാൻ തൻ്റെ ഇടം കാണിക്കുകയായിരുന്നു ലീഗ് അടക്കമുള്ള മോഡറേറ്റ് ഇസ്ലാമിക സമൂഹം ചെയ്യേണ്ടിയിരുന്നത്. നിങ്ങൾ എന്തിനെയാണ്, ആരെയാണ് ഭയക്കുന്നത്? ഇതാണോ നിങ്ങളുടെ മതേതര മുഖം? തീവ്രവാദികളെക്കുറിച്ചുള്ള സിനിമയെ നോക്കി കുപിതരാകുന്ന നിങ്ങൾ തീവ്രവാദികളെ അനുകൂലിക്കുകയാണോ ചെയ്യുന്നത്? നിങ്ങളിങ്ങനെ പ്രതികരിക്കുമ്പോൾ നിങ്ങളൊക്കെ നിഗൂഢമായി മറച്ചു പിടിച്ചതെന്തോ ഈ സിനിമയിലൂടെ വെളിച്ചത്ത് വരുന്നുണ്ടെന്ന് പൊതുസമൂഹം കരുതുമെന്ന കാര്യം നിങ്ങൾ മറക്കരുത്. നല്ലവരായ ഇസ്ലാമിക സമൂഹത്തോടുള്ള എല്ലാത്തരം സ്നേഹവും ബഹുമാനവും അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നതിനൊപ്പം സാമൂഹിക തിന്മകൾക്കെതിരെ ശക്തമായ ബോധവൽക്കരണങ്ങളുമായി മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് സഭ ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമാക്കിക്കൊണ്ട് KCBC രംഗത്ത് വന്നതോടെ ചിലരുടെ വായടഞ്ഞു പോയിരിക്കുകയാണ്. ഒരുപാട് മിസ്റ്ററികളെ തുറന്നു കാട്ടിയ ഈ സ്റ്റോറി ഒരു മതത്തിനും എതിരെയല്ല, പ്രത്യേകിച്ച് ഇസ്ലാം മതത്തിന് എതിരെയല്ല. എന്നാൽ തീവ്രവാദത്തിനും തീവ്രവാദികൾക്കും എതിരെ സമൂഹത്തിന് ബോധവൽക്കരണം നൽകുക തന്നെയാണ്. ഇത് അനേകം മക്കൾക്കുള്ള നല്ല ഗുണപാഠവുമാണ്. ഏത് മതത്തിൽപ്പെട്ടവൻ വന്ന് പ്രണയം നടിച്ച് കുരുക്കെറിഞ്ഞാലും അതിനെ തെല്ലെങ്കിലും പ്രതിരോധിക്കുവാൻ ഈ ഗുണപാഠം പര്യാപ്തമായെങ്കിൽ അത് ഒരുപാട് നല്ലത് തന്നെയാണ്. ന്യൂസ് സ്കാൻ സമാപിക്കുന്നു.